സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ കുതിച്ചുവരുന്നു. 4 വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്തത് 61,956 കേസുകളാണ്. 2022 മുതൽ 2025 മാർച്ച് വരെയുള്ള കണക്കുകളാണിത്. സ്ത്രീധന മരണങ്ങളുടെ എണ്ണത്തിലും വർധനയുണ്ട്. 4 വർഷത്തിനിടെ സ്ത്രീധന പീഡനം മൂലം മരിച്ചത് 25 സ്ത്രീകളാണ്. സംസ്ഥാനം സ്ത്രീ സൗഹൃദമാണെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവരുന്നത്. ജനം ബ്രേക്കിംഗ്. വിനീഷ് ചേരുന്നു വിവരങ്ങളുമായി. വിനീഷ്, സ്ത്രീധന മരണം പോലും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നു. അതുതന്നെ ഒരു അതിശയിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന കണക്കാണ്. മാത്രമല്ല, സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളുടെ എണ്ണം പോലും ഒരുപക്ഷെ അതിശയോക്തി കലർത്തി പറയുന്നു എന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു വലിയ കണക്കാണ്. പക്ഷേ യാഥാർത്ഥ്യമാണത്. വിവരങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീ സൗഹൃദ സംസ്ഥാനം എന്നതാണ് നമ്മുടെ സർക്കാർ എപ്പോഴും കൊട്ടിഘോഷിച്ച് ഏറ്റവും വലിയ മാധ്യമ ശ്രദ്ധ നേടുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത്. ആ പ്രചരണങ്ങളെല്ലാം തെറ്റാണ് എന്ന് തെളിയിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2022 മുതൽ 2025 വരെയുള്ള ഈ ഒരു കാലഘട്ടത്തെ ഈ ഒരു 3 വർഷത്തിന്റെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 61,956 കേസുകളാണ് സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമത്തിൽ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് ഏറ്റവും ഗൗരവകരം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ സ്ത്രീധന പീഡനം ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള കണക്കുകളാണ്. അത് കഴിഞ്ഞ ഒരു വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തെ കണക്ക് നോക്കുമ്പോൾ 25 പേർ സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ കൊലപ്പെടുത്തുകയോ ചെയ്യുന്ന കണക്കുകൾ അത് ഞെട്ടിക്കുന്നത് തന്നെയാണ്. കാരണം സ്ത്രീ സൗഹൃദ സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിക്കുമ്പോൾ ഇത്തരം കണക്കുകൾ പുറത്തു വരുന്നത് അത് ഞെട്ടിക്കുന്നത് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പല തരത്തിലാണ്. അടുത്തൊരു കണക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരയായ കണക്കാണ്. അത് 8,722 പേരാണ് ഇതുവരെ സ്ത്രീകൾ 2022 മുതൽ 2025 വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ 8,722 പേരാണ് ഇത്തരത്തിൽ ബലാത്സംഗത്തിന് ഇരയായി എന്ന് സംബന്ധിച്ചുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. ഇത് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇത്തരത്തിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്ത നിരവധി സംഭവങ്ങളും സംസ്ഥാനത്ത് നടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ 61,000-ലധികം കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇതിൽ ഇരട്ടിയിലധികം സംഭവങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. പലതും പല ഘട്ടങ്ങളിലും സെറ്റിൽമെന്റ് ചെയ്തു വിടുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് സംസ്ഥാനത്ത് സ്ത്രീകൾ അത്ര സുരക്ഷിതരല്ല എന്ന് സംബന്ധിച്ചുള്ള കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വീണ. ശരി വിനീഷ്.